4000 അടിയിൽ നിങ്ങൾ കൺട്രോൾ നോക്കുന്നുണ്ടെങ്കിലേക്കും ഇതായിരിക്കും നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ. ഇതാണ് ക്രിയോന്റെ സർജ് അൾട്ര. ഇതിന്റെ അൺബോക്സിംഗ് നോക്കി കഴിഞ്ഞാൽ വെരി സിമ്പിൾ തന്നെയാണ്. അകത്ത് വീണ്ടും നമുക്ക് 2 ക്രിയോന്റെ സ്റ്റിക്കേഴ്സ് കിട്ടും. അതല്ലാണ്ട് ഇതിന്റെ യൂസർ മാനുവൽ ഉണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല. കൺട്രോളർ വയർലെസ് ആയ കാരണം കൊണ്ട് തന്നെ ഇതിന്റെ ഡോങ്കിൾ ഉണ്ട്, USB Type A to Type C കേബിളും, ആൻഡ് ഫൈനലി ദ കൺട്രോളർ ഇറ്റ് സെൽഫ്. ഈ കൺട്രോളിന്റെ കളർ വരുന്നത് ഒരു മജന്റ പേർപ്പിൾ ഹ്യൂ ആണ്. ആൻഡ് ഇതിന്റെ എക്സ്ബോക്സ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഒരു അനലോഗ് താഴെയും ഒരെണ്ണം മേളിലുമാണ്. ഈ കൺട്രോളിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ഡോങ്കിൾ വെച്ചിട്ടോ ബ്ലൂടൂത്ത് വെച്ചിട്ടോ വൈഡ് കണക്ഷൻ വെച്ചിട്ടോ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ആ കാരണം കൊണ്ട് തന്നെ ഇത് ആൻഡ്രോയിഡില്, iOSല്, Nintendo സ്വിച്ചില് ആൻഡ് ഓൺ PC ഇത് യൂസ് ചെയ്യാനും പറ്റും. ഹൈബ്രിഡ് ഹോൾ എഫക്റ്റ് മെക്കാനിക്കൽ ട്രിഗർ സിസ്റ്റം ആണ് ഈ ഒരു കൺട്രോളർ എംപ്ലോയ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ട്രിഗർ മോഡ് അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ട് ട്രാവൽ ഡിസ്റ്റൻസ് നമുക്ക് മാറ്റാൻ പറ്റും. ഇത് കൂടുതൽ നമ്മൾ ഷൂട്ടർ ഗെയിംസ് കളിക്കുന്ന ആൾക്കാരോ റേസിംഗ് ഗെയിംസ് കളിക്കുന്ന ആൾക്കാരും ആണെങ്കിലേക്കും നല്ല യൂസ്ഫുൾ ആയിട്ട് വരും. ആൻഡ് ഹോൾ എഫക്ട് ജോയ്സ്റ്റിക്സും കൂടെ ആയ കാരണം കൊണ്ട് തന്നെ സ്റ്റിക് ഡ്രിഫ്റ്റ് വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ബാക്കിൽ ആക്സസിബിലിറ്റിക്ക് ആയിട്ട് 2 ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഏത് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ അത് സ്വിച്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. 1200 mAh ബാറ്ററി ആയ കാരണം കൊണ്ട് തന്നെ അപ് ടു 12 hours നിങ്ങൾക്ക് ഇത് വയർലെസ്ലി യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ആരും പേടിക്കേണ്ട, ഈ കൺട്രോളറിൽ ലൈറ്റ് കത്തും. ഫോർ under 4000 rupees, this is the best option.